അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹീഹുൽ ബുഖാരി, സഹീഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. നിങ്ങളെല്ലാവരും കാവൽക്കാരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഓരോരുത്തരും തങ്ങളുടെ കീഴിലുള്ളവരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ജനങ്ങളുടെ നേതാവ് ഒരു കാവൽക്കാരനാണ്. അദ്ദേഹം തൻ്റെ പ്രജകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഒരു പുരുഷൻ തൻ്റെ കുടുംബത്തിൻ്റെ കാവൽക്കാരനാണ്. അവൻ തൻ്റെ കീഴിലുള്ളവരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീടിൻ്റെയും മക്കളുടെയും കാവൽക്കാരിയാണ്. അവൾ അവരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഒരു ഭൃത്യൻ തൻ്റെ യജമാനൻ്റെ സ്വത്തിൻ്റെ കാവൽക്കാരനാണ്. അതിനെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാവരും കാവൽക്കാരാണ്. ഓരോരുത്തരും തൻ്റെ കീഴിലുള്ളവരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മളൊക്കെ കരുതുന്നത് അധികാരം എന്ന് പറയുന്നത് വലിയ കസേരകളിൽ ഇരിക്കുന്നവർക്ക്, നാട് ഭരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് എന്നാണ്. അല്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ വാക്കു കേട്ടോ, കുല്ലുക്കും റായിൻ, നിങ്ങളെല്ലാവരും ഇടയന്മാരാണ്. അതെ, കാവൽക്കാരാണ്. ഒരു ഇടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ എത്ര സ്നേഹത്തോടെയാണോ, എത്ര ജാഗ്രതയോടെയാണോ കാത്തു സൂക്ഷിക്കുന്നത്, അതുപോലെ നമ്മുടെ കീഴിലുള്ളവരെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മളാരും ഈ ഭൂമിയിൽ അനാഥരല്ല. ആരും ആരെയും തോന്നുംപടി ജീവിക്കാൻ വിട്ടിട്ടുമില്ല. എല്ലാവർക്കും പരസ്പരം കടപ്പാടുകളുണ്ട്. ഒരു നേതാവാകട്ടെ, ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഓരോന്നിനെക്കുറിച്ചും നാളെ ഒരു ചോദ്യമുണ്ട്. അധികാരം എന്നത് ആസ്വദിക്കാനുള്ള ഒന്നല്ല, മറിച്ച് ഉറക്കമൊഴിച്ച് കാവലിരിക്കേണ്ട ഒരു അമാനത്താണ്. ആ വലിയ വിചാരണാവേളയിൽ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ, പുഞ്ചിരിയോടെ മറുപടി പറയാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. കാരണം നാം നൽകുന്ന സ്നേഹത്തിലും കരുതലിലുമാണ് പടച്ചവൻ്റെ പൊരുത്തം ഇരിക്കുന്നത്, അല്ലാതെ നാം നേടിയെടുക്കുന്ന സ്ഥാനമാനങ്ങളിലല്ല.